ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പെൻറ്റഗണൽ പ്രിസം പറഞ്ഞു തന്നു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെക്സഗണൽ പ്രിസമാണ്. ഒരു വ്യത്യാസമൊന്നുമില്ല. ഇത് പെൻറ്റഗണൽ പ്രിസമാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിന് 5 സൈഡുണ്ടല്ലേ. ഒരു പ്രിസത്തിന് എത്ര സൈഡുണ്ടോ അത്രയും റെക്റ്റാങ്കുലർ ഫേസ് കാണാം. കണ്ടോ, 1 2 3 4 5 5 ഉണ്ട്. ഇനി ഇതൊരു ഹെക്സഗൺ ആവണമെങ്കിൽ ഇതിന് ഒരു സൈഡും കൂടെ വരുമ്പോൾ ഇതിന് ഹെക്സഗണായി. അതാണ് ഹെക്സഗണൽ പ്രിസം എന്ന് പറയുന്നത്. അപ്പോൾ ഹെക്സഗണൽ പ്രിസത്തിന് 6 ബേസ് എഡ്ജസ് ഉണ്ട്. അതിനനുസരിച്ച് 6 റെക്റ്റാങ്കുലർ ഫേസ് കൂടി കാണും. ശരി, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഹെക്സഗൺ വരയ്ക്കാൻ ഞാൻ പറഞ്ഞു തന്നു. അതിന് മുമ്പ് ചോദ്യം ഒന്ന് വായിക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ: എ ഹെക്സഗണൽ പ്രിസം ഓഫ് ബേസ് സൈഡ് 30 mm ആൻഡ് ഹൈറ്റ് 80 mm ഈസ് റെസ്റ്റിംഗ് ഓൺ HP ഇൻ ഇറ്റ്സ് ബേസ് എഡ്ജ്. കേട്ടല്ലോ. ഇറ്റ്സ് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree ടു HP ആൻഡ് പാരലൽ ടു VP. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെക്സഗണൽ പ്രിസമാണ് കേട്ടോ. സൈഡ്, ബേസിൻ്റെ സൈഡ് 30 ആക്സിസ് അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് 80. റെസ്റ്റിംഗ് ഓൺ HP ഇൻ ഇറ്റ്സ് ബേസ് എഡ്ജ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഹെക്സഗണൽ പ്രിസം. അപ്പോൾ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുക. കാരണം അതിൻ്റെ ബേസ് അതിൻ്റെ HP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ബേസ് എഡ്ജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കണം. XY ലൈൻ ഇങ്ങനെ വരയ്ക്കുക. എല്ലാവരും ഇങ്ങനെ വരച്ചു. എന്ത് ചെയ്യണം? XY. ടോപ്പ് താഴെ വരയ്ക്കും, ഫ്രണ്ട് മുകളിൽ വരയ്ക്കും. ടോപ്പ് വരയ്ക്കുമ്പോൾ ഈ XY ലൈൻ എപ്പോഴും VP ആയിരിക്കും. ഫ്രണ്ട് വരയ്ക്കുമ്പോൾ ഇത് HP ആയിരിക്കും. ഓക്കെ. ഇനി ഹെക്സഗണൽ പ്രിസം ബേസ് എഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഇതാ ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ വേണം വരയ്ക്കാൻ കേട്ടോ. ഇങ്ങനെ ബേസ് എഡ്ജിലാണ് ഹെക്സഗണൽ പ്രിസം ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ മറന്നു പോരുത്. ഇങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ കേട്ടോ. ഈ ഷേപ്പാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ 2 രീതിയിലും വരയ്ക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 2 രീതിയിലും വരച്ച് പഠിച്ചേ പറ്റൂ. ഇങ്ങനെ വരയ്ക്കണം, ഒന്ന് തിരിച്ചും വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ ഉടനെ പേര് കൊടുക്കുക. ABCDEF. അപ്പോൾ ഇതല്ലേ പ്രിസമല്ലേ? 2 പേര് കൊടുക്കണ്ടേ? നിങ്ങൾ ആദ്യം കണ്ടതിന് ABCD കൊടുത്തു. എന്നാൽ അടുത്ത ബ്രാക്കറ്റിൽ താഴത്തെ QRST U. ഇത് പഠിച്ചിരിക്കണം. ഈ പേര് കൊടുക്കുന്നത്, ഈ പേര് കൊടുക്കുന്ന അനുസരിച്ച് ഇവിടെ ഫ്രണ്ട് വ്യൂവിന് പേര് കൊടുക്കുന്നത് നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്ത മോഡ്യൂൾ അങ്ങനത്തെയാണ് വരുന്നത് കേട്ടോ. അത് അറിഞ്ഞാൽ അടുത്ത മോഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണം? ഇതിന് 2 അർത്ഥമുണ്ട്. എന്താണ് ഇതിന്? വേറെ 2 അർത്ഥമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നത് എന്താണ്? കണ്ടോ, 2 of his base edges is equal inclined to VP ആണ്. അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ വരയ്ക്കണം. ഏത് പ്രിസത്തിൻ്റെയും ബേസ് വെർട്ടിക്കൽ പ്ലെയിൻ എങ്ങനെയാണോ അതിൻ്റെ ട്രയാങ്കുലർ ഫേസും അതുപോലെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ 2 ട്രയാങ്കുലർ ഫേസും, ട്രയാങ്കുലർ ഫേസ് അല്ല, റെക്റ്റാങ്കുലർ ഫേസ് കേട്ടോ. പ്രിസത്തിൻ്റെ റെക്റ്റാങ്കുലർ ഫേസ് ബേസിനനുസരിച്ച് അതും എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അതായത് ബേസ് ഇപ്പോൾ PPക്ക് ഈക്വലി ഇൻക്ലൈൻഡ് അല്ലേ. അപ്പോൾ ഈ പ്രിസത്തിൻ്റെ ഇതെന്നല്ല, എല്ലാ പ്രിസത്തിൻ്റെയും റെക്റ്റാങ്കുലർ ഫേസ് എന്ത് തന്നെ ആയിരിക്കും? ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും. ഒരു പ്രിസത്തിൻ്റെ ബേസ് ഇങ്ങനെ ടോപ്പ് വ്യൂവിൽ ബേസ് VPക്ക് പാരലാണെങ്കിൽ അതിൻ്റെ റെക്റ്റാങ്കുലർ ഫേസും പാരലായിരിക്കും. ചരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ റെക്റ്റാങ്കുലർ ഫേസും ചരിഞ്ഞാണ്. അത്രയേ ഉള്ളൂ. ഇതിനെന്ത് സംഭവിക്കുക അതുപോലെ തന്നെയാണ് അതിൻ്റെ റെക്റ്റാങ്കുലർ ഫേസും സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. എല്ലാ പോയിൻറ്റിനെയും മുകളിലോട്ട് കൊടുക്കുക. ഇതിങ്ങനെ വരും. വരയ്ക്കാം. 80 cm ആണ്. അപ്പോൾ പ്രിസത്തിൻ്റെ റെക്റ്റാങ്കിളുടെ ഹൈറ്റും 80 ആയിരിക്കും. അപ്പോൾ 80 എടുക്കുക. വരച്ചു. നമുക്ക് ഏത് കാണാം? നമുക്ക് V ഉണ്ട്, Fന് V ഉണ്ട്, ബ്രാക്കറ്റിൽ V ഉണ്ട്. ശരി, നമുക്ക് ആദ്യം ഏത് കാണാം? FV. ബ്രാക്കറ്റിൽ ബാക്കിൽ AQ. അപ്പോൾ ആദ്യം കാണുന്നത് FV ആണ്. അപ്പോൾ ഇവിടെ F', V'. AQ, Fന് നേരെ A', കേട്ടോ. Vക്ക് നേരെ Q'. ഇനി
ഈ യു ഉണ്ട്, അതിൻ്റെ പിറകെ ബി ആണ്. അപ്പോൾ ഈ യു കാണാം. നമുക്ക് ഇവിടെ നോക്കിയില്ലേ, ഈ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നോക്കിയില്ലേ. അപ്പോൾ ആദ്യം എഫ് വി കാണാം, ഈ യു കാണാം, ഡി ടി കാണാം. അപ്പോൾ അത് ആദ്യമേ ചെയ്ത് വയ്ക്കുക. ഇത് ഡി ഡാഷ് ടി ഡാഷ്, ഡിക്ക് നേരെ സി, സി ഡാഷ്, ടിക്ക് നേരെ എസ് ഡാഷ് കൊടുക്കുക. നമ്മൾ പറഞ്ഞു തന്നു. ഇനി ഈ യു എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ആദ്യമേ അങ്ങ് ഡാർക്ക് ചെയ്ത് ഇവിടെ വരച്ചോണ്ട് ഇതിന് പേര് കൊടുക്കണം. ഇ ഡാഷ് യു ഡാഷ്. ബ്രാക്കറ്റിൽ ആരുണ്ട്? ഇക്ക് ബ്രാക്കറ്റിൽ ബി ഡാഷ് ഉണ്ട്. യുവിന് ബ്രാക്കറ്റിൽ ആരുണ്ട്? ആർ ഡാഷ് ഉണ്ട്. ആർ ഡാഷാണ് വരച്ചു. ഇത്രയും പ്രാഥമികമായിട്ടുള്ള കാര്യം ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഇനി എന്താണ് പറയുന്നത്? ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു എച്ച് പി. ഞാൻ പറഞ്ഞ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ ഇനി എവിടെ വരണം? ഇവിടെ വരണം. കാര്യം എന്താണ്? 1000 വട്ടം പറഞ്ഞു. നിങ്ങൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോഴാണ് ഈ എക്സ് വൈ ലൈന് എച്ച് പി ആവുന്നത്. അപ്പം പിന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. 30 ഡിഗ്രി ടു എച്ച് പി ആക്സിസ് ആണ്. ആക്സിസിന് മറഞ്ഞൊരു എഡ്ജ് വന്നിട്ടുണ്ടല്ലേ, കുഴപ്പമില്ല, അതെടുത്താൽ മതി. അപ്പോൾ ആക്സിസിന് എടുക്കുന്നതിന് പകരം ഈ ബേസ് എടുക്കുക. 30 ഡിഗ്രിയാണ്. 90-ൽ നിന്ന് 30 പോയാൽ 60 ഡിഗ്രി. 60 ഡിഗ്രി എടുത്തിട്ട് ഇതാ ഈ ലെങ്ത് എടുക്കണം. ആ ലെങ്ത് എടുത്തിട്ട് എത്രയാണ്? 90-ൽ നിന്ന് 30, 60 ഡിഗ്രിയിൽ അത് ചരിച്ച് വരയ്ക്കുക. എന്നിട്ട് ആ പേരെല്ലാം കൊടുക്കണം. ടി ഡാഷ്, എസ് ഡാഷ്, പിന്നെ ക്യൂ ഡാഷ് ബ്രാക്കറ്റിൽ വി ഡാഷ് കൊടുക്കുക. ഇനി ഇതൊട്ട് ഇതുവരെ സ്കെയിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് 90 ഡിഗ്രിയിൽ അതെടുക്കുക. ഇതൊട്ട് ഇതുവരെ സ്കെയിൽ എടുത്തിട്ട് 90 ഡിഗ്രിയിൽ നിന്ന് അതും വരയ്ക്കുക. വെച്ചിട്ട് അതിനങ്ങ് ജോയിൻ ചെയ്യുക. എല്ലാ ലെങ്ത് ഈക്വൽ ആയിരിക്കണം. അവിടുത്തെ ലെങ്ത് ആയിരിക്കണം ഇവിടെ. ഇതിൻ്റെ ആ പേര് കൊടുക്കുക. ഇവിടെ ആര് വരും? എഫ് ഡാഷ് എ ഡാഷ്, ഇവിടെ ഡി ഡാഷ് സി ഡാഷ്, പിന്നെ നടുക്ക്. ഇതിൻ്റെ കൃത്യം നടുക്കല്ലേ വരുന്നത്. അപ്പം നടുക്ക് ആ എഡ്ജങ്ങ് വരയ്ക്കുക. വരച്ചു. എന്താണ്? യു ഡാഷ്, ആർ ഡാഷ്, ഇ ഡാഷ്, ബി ഡാഷ് എന്ന് കൊടുക്കുക കേട്ടോ. ഇനി ഇങ്ങനെ ചരിക്കും. അപ്പം ഇനി ആക്സിസ് കാണിക്കണേ എത്ര ഡിഗ്രിയാണ്. അത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 30 ആയിക്കണം. സംശയമുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ ആൻസർ വരയ്ക്കണം. ആൻസർ വരയ്ക്കാൻ എന്ത് ചെയ്യണം? എല്ലാ പോയിന്റിനെയും ഇങ്ങോട്ട്, ഇതിനെ ഇങ്ങോട്ട്, ഇതിനെ ഇങ്ങോട്ട്, ഇതിനെ ഇങ്ങോട്ട്, ഇതിനെ ഇങ്ങനെ, ഇന്നിങ്ങനെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇന്നിങ്ങനെ ഉണ്ടോ. ഇനി ഇവിടെ നിന്ന് ഇത് രണ്ടും ഒരുപോലെ വരും. ഞാൻ ഈ റെഡ് ഇട്ട് വരയ്ക്കുന്നതെല്ലാം ലൈറ്റായിട്ട് വരയ്ക്കണം. വെറുതെ കുളമാക്കി വെക്കരുത്. എല്ലാം കൂടി ഒരേ തിക്നെസ്സിൽ വരച്ച് കേട്ടോ. ഇതിനെ ഇങ്ങനെ നോക്കുക. ഇനി കോമൺ ആയിട്ടുള്ള പോയിന്റ് നോക്കാം നമുക്ക്. കോമൺ ആയിട്ടുള്ള പോയിന്റ് എവിടെ വരും? ക്യൂ എവിടെ വരും? ക്യൂ ഇവിടെ വരും. ക്യൂ. ഇനി വി എവിടെ പോകും? വി ഇവിടെ വരും. വി. ഇനി ടി എവിടെ വരും? ടി ഇവിടെ വരും. ഇനി എസ് എവിടെ പോകും? എസ് ഇവിടെ വരും. ഇനി ബി എവിടെ പോകും? ബി അല്ല, ആർ എവിടെ പോകും? ആർ ഇവിടെ വരും. കണ്ടോ? ഇ എവിടെ പോകും? ഇവിടെ ആര് വരും? ഇനി യു ആണ് വരുന്നത്. ഇവിടെ യു വരും. യു. അപ്പോൾ ഒരിടത്ത് കിട്ടി. അതിനങ്ങ് കണ്ടോ ക്യു ആർ എസ് ടി യു വി എന്നങ്ങ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കിട്ടിയത് കണ്ടോ. ഇനി അതുപോലെ ഇപ്പുറത്ത് കിട്ടും. ഇനി അവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ക്യു ആർ എസ് ടി യു വി ഇവിടെ കിട്ടി. ഇനി എ ബി സി ഡി ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ എ എന്ന പോയിന്റ് ഇവിടെ വരും. ഇനി ബി എന്ന പോയിന്റ് ഇവിടെ പോവും. ബി എന്ന പോയിന്റ് ഇവിടെ വരും. ഇനി സി എന്ന പോയിന്റ് ഇവിടെ പോവും. ഡി എന്ന പോയിന്റ് ഇവിടെ വരും. ഇ എന്ന പോയിന്റ് ഇവിടെ വരും. എഫ് എന്ന പോയിന്റ് ഇവിടെ വരും. കണ്ടോ? അതുപോലെ അങ്ങ് ജോയിൻ ചെയ്യാം. ഇതിനെ ഇങ്ങനെ 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 ചെയ്യാം. അപ്പോൾ അതായത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. അകത്തോടക്കുന്നതിനെ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെളിയിലോട്ട് പോകുന്നതിനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു വയ്ക്കണം. അകത്തെ എഡ്ജസിനെ കാണിച്ചു വയ്ക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഒന്നുമില്ല. ഈ ആദ്യത്തെ സെൻറ്റൻസ് വായിച്ച ഇതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് നമ്മൾ പിന്നെ ഇങ്ങനെ ചോദ്യത്തിനനുസരിച്ച് ആക്കുകയാണ് കേട്ടോ. ഇനി ഈ ചോദ്യം നമുക്ക് എല്ലാവരും വരച്ച് നോക്കുക.
നന്നായിട്ട് വരച്ച് നോക്കണം. ഇനി ഈ ചോദ്യം ഞാൻ ഇതൊന്ന് മാറ്റിയാണ്. ഇതാണ് ആൻസർ കേട്ടോ. ഇത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. നിങ്ങൾ വരച്ച് നോക്കുക. ഇനി പേര് കൊടുക്കാൻ അറിയണം, നന്നായിട്ട് അറിയണം കേട്ടോ, ഇല്ലെങ്കിൽ പോയിന്റ് കിട്ടത്തില്ല. അപ്പോൾ ഈ ചോദ്യത്തിൽ ഈ ഇതെന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഫേസ് ആണോ അല്ലയോ എങ്ങനെ മനസ്സിലാക്കും? ആണ്. കാര്യം എന്താണ്? രണ്ടിൽ കൂടുതൽ പേരുണ്ട് കണ്ടോ. ഡിയും ടിയും സിയും എസ്. ഞാൻ പറഞ്ഞു ഒരു പ്രിസത്തിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ച് ഇതിൻ്റെ അറ്റത്ത് കിടക്കുന്ന ഈ എഡ്ജ് നോക്കിയിട്ട് രണ്ടിൽ കൂടുതൽ നെയിം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതിൻ്റെ റെക്റ്റാങ്കുലർ ഫേസ് ആണ്. ഇതിൻ്റെ ചോദ്യത്തിൽ ഈ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ റെക്റ്റാങ്കുലർ ഫേസ് എച്ച് പിയിൽ കിടക്കുന്നു. ലൈങ് റെക്റ്റാങ്കുലർ ഫേസ് ഇങ്ങനെ ആയിരുന്നെങ്കിലോ, റെക്റ്റാങ്കുലർ ഫേസ് ഈസ് ലൈങ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ, അതായത് റെക്റ്റാങ്കുലർ ഫേസ് എച്ച് പിയിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ബേസ് എഡ്ജിലാണോ കോർണറാണോ തന്നിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എങ്ങനെ ടോപ്പ് വ്യൂ വരച്ചാൽ ഇവിടെ റെക്റ്റാങ്കുലർ ഫേസ് വരും. അപ്പോൾ അത് ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഇങ്ങനെ വരച്ചാലേ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇത് റെക്റ്റാങ്കുലർ ഫേസ് അല്ലേ, അപ്പോൾ സ്കെയിൽ എടുക്കണം. സ്കെയിൽ എടുത്തിട്ട് ഈ റെക്റ്റാങ്കുലർ ഫേസിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. അതെടുത്തിട്ട് അതിവിടെ വരയ്ക്കണം. ഈ എച്ച് പിയിൽ അങ്ങ് കിടത്തി അങ്ങ് വരച്ചാൽ മതി. ഇതങ്ങ് കിടന്നു കേട്ടോ. കാരണം ഫ്രണ്ട് വരയ്ക്കുമ്പോൾ ഈ എക്സ് ലൈൻ എൻ്റെ എച്ച് പി വരച്ചു. അപ്പോൾ കിടന്നിട്ട് ഇനി ബാക്കി ഇത് എത്രയാണ് അത് മുകളിലോട്ടും, പിന്നെ ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണോ അത് ഇങ്ങനെ വരയ്ക്കുക കണ്ടോ. എന്നിട്ട് ആ പേരെല്ലാം അവിടെ കൊടുക്കണം. ഏത് കൊടുക്കും? ഇത് ഡി ഡാഷ് സി ഡാഷ്, ഇത് ടി ഡാഷ് എസ് ഡാഷ്. ഇവിടെ ഇതിനെ കിടത്തി, ഈ സംഭവത്തിന് ഇവിടെ കിടത്തി നമ്മൾ. അതാണ് റെക്റ്റാങ്കുലർ ഫേസ് കിടന്നെന്ന് പറയുന്നത്. ടി ഡാഷ് എസ് ഡാഷ്, പിന്നെ ഇത് ക്യൂ ഡാഷ് വി ഡാഷ് ആവും. പിന്നെ ഇത് ഏത് വരും? ഇത് എഫ് ഡാഷ് എ ഡാഷ് വരും. നിങ്ങൾ ലോജിക്ക് യൂസ് ചെയ്യണം, കോമൺ സെൻസ് യൂസ് ചെയ്യുക. അതുപോലെ അങ്ങ് വരയ്ക്കുക. പിന്നെ ബാക്കി എല്ലാം ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ കിടപ്പുണ്ട് അല്ലേ. അതേതാണ്? ഇ ഡാഷ് ബി ഡാഷ്, പിന്നെ ഏതാണ്? യു ഡാഷ് ആർ ഡാഷ്, ഇത്രയും വരച്ചു. ഇതിനെങ്കിൽ കിടത്തി അങ്ങ് വരച്ചു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി അതിനനുസരിച്ചുള്ള ടോപ്പ് വ്യൂ വരയ്ക്കണം. എല്ലാ പോയിന്റും ആയല്ലോ നമുക്ക്. അപ്പോൾ ഇതിനെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്നിങ്ങനെ കേട്ടോ. ഇനി എന്ത് ചെയ്യണം? കോമൺ ആയിട്ടുള്ള പോയിന്റ് നോക്കുക. നമുക്ക് ഓരോന്ന് നോക്കാം. ബി എന്ന പോയിന്റ് എവിടെ വരും? അല്ലെ എ എന്ന പോയിന്റ് എവിടെ പോകും? എ എന്ന പോയിന്റ് ഇവിടെ വരും അല്ലേ. എ എന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഇനി ബി എന്ന പോയിന്റ് നോക്കാം. ബി എന്ന പോയിന്റ് ഇവിടെ വരും. ഓക്കെ. ഇനി സി എന്ന പോയിന്റ് നോക്കാം. സി എന്ന പോയിന്റ് ഇവിടെ പോകും. സി എന്ന പോയിന്റ് എ എന്ന പോയിന്റ് ഒരിടത്ത് തന്നെ വരും. സി എന്ന പോയിന്റ് എ എന്ന പോയിന്റ് ഒരിടത്ത് വരും. ഇനി ഡി എന്ന പോയിന്റ്, ഓക്കെ, ഡി എന്ന പോയിന്റ് ഇവിടെ വരും. ഇ എന്ന പോയിന്റ് ഇവിടെ വരും അല്ലേ. ഇ എന്ന പോയിന്റ് ഇവിടെ വരും. കാരണം ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം കോമൺ ലൈൻ ഇതാണ്, അതുകൊണ്ട് ഈ വരും. ഓക്കെ, ഒന്നുമില്ല. ഇനി സിമ്പിളാണ്. അടുത്ത് എ ബി സി ഡി ഇ ആയി. ഇനി ക്യു ആർ എസ് ടി നോക്കാം. ക്യു എന്ന പോയിന്റ് ഇവിടെ പോകും. ക്യു എന്ന പോയിന്റ് ഇവിടെ വരും. ഇനി ആർ എവിടെ പോകും? ആർ ഇവിടെ വരും. എസ് എവിടെ പോകും? എസ് എന്ന പോയിന്റ് ഇതാ ഇവിടെ തന്നെ വരും. ക്യൂവിൻ്റെ കൂടെ തന്നെ വരും, ഇവിടെ തന്നെ വരും. ഓക്കെ, ടി എവിടെ പോകും? ടി ഇവിടെ വരും. യു എവിടെ പോവും? യു ഇവിടെ തന്നെ വരും. അപ്പോൾ ക്യു ആർ എസ് ടി യു. ഇതിന് ആ റെക്റ്റാങ്കിൾ അതിനെ അങ്ങ് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇതിനെടുത്ത് ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യാം കേട്ടോ. ആ ഷേപ്പ് അങ്ങനെ പറ്റില്ല, കാരണം ഇത് കിടക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല. അങ്ങ് ജോയിൻ ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വയ്ക്കുക. വരച്ച് നോക്കിയാൽ മതി. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആൻസർ.
കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് കിടക്കുന്ന ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇത് ഇവിടെ ഒരു ഹെക്സഗൺ വരാത്തത്. അത് ഇവിടെ ഇതിനനുസരിച്ച് ഇവിടുത്തെ ഫിഗർ അനുസരിച്ച് ഇവിടെ മാറും കേട്ടോ. ചിലപ്പോൾ റെക്റ്റാങ്കിൾ കിട്ടണമെങ്കിൽ ഇത് ആക്സിസ് ഇൻക്ലൈൻ ചെയ്തോ റെക്റ്റാങ്കിൾ ഫേസ് ഇൻക്ലൈൻ ചെയ്തോ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഹെക്സഗൺ കിട്ടത്തുള്ളൂ. അല്ലാത്തപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ വരച്ച് നോക്കുക കേട്ടോ. ഇനി ഈ ചോദ്യം റെക്റ്റാങ്കുലർ ഫേസ് എത്രയെങ്കിലും ഡിഗ്രി ചരിഞ്ഞ് കിടക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ വരച്ച് അതിനനുസരിച്ചുള്ള ഉത്തരം കണ്ടുപിടിക്കുക. കോമൺ ആയിട്ടുള്ള പോയിന്റ് ഇതുപോലെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ വരച്ച് നോക്കണം. ഓക്കെ, ഇനി ഈ ചോദ്യത്തിൽ മാക്കിയാണ്, വേറൊന്നുമില്ല. ഇനി ആക്സിസ് ഇൻക്ലിനേഷനിൽ ഹെക്സഗണൽ പ്രിസം അല്ലെങ്കിൽ പെൻറ്റഗണും ഹെക്സഗണും ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം പെൻറ്റഗൺ പറയാം. പെൻറ്റഗണൽ പ്രിസം ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടാണ്. പെൻറ്റഗണൽ പ്രിസം റെസ്റ്റിംഗ് ഓൺ HP in its base edge അല്ലെങ്കിൽ ബേസ് കോർണർ അല്ലെങ്കിൽ ബേസ് എഡ്ജ് ബേസ് കോർണർ അല്ലെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് is parallel അല്ല perpendicular to VP. ഓക്കെ, ഇവിടെ പ്രിസത്തിൻ്റെ കാര്യത്തിൽ ഓക്കെ ബേസ് എഡ്ജ് VPക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ റെക്റ്റാങ്കുലർ ഫേസും കിടക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എഴുതുന്നില്ല, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ടോപ്പ് വ്യൂ എങ്ങനെ വരയ്ക്കും? എക്സ് ലൈൻ വരച്ചിട്ട് റെസ്റ്റിംഗ് ഓൺ HP പെൻറ്റഗണൽ പ്രിസം അല്ലെങ്കിൽ പിരമിഡ് ആകുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു ഞാൻ. അത് നിങ്ങൾ ആ വീഡിയോ നന്നായിട്ട് നോക്കുക കേട്ടോ. റെസ്റ്റിംഗ് ഓൺ പെൻറ്റഗണൽ പ്രിസം റെസ്റ്റിംഗ് ഓൺ HP ഇൻ ഇറ്റ്സ് ബേസ് എഡ്ജ് അല്ലെങ്കിൽ ബേസ് കോർണർ or one of its base edge is perpendicular to VP. ഇപ്പോൾ ടോപ്പ് വരയ്ക്കുമ്പോൾ ഈ ലൈന് VP ആയിരിക്കും. ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കണം? അതിൻ്റെ ടോപ്പ് വ്യൂ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ, ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് കണ്ടോ ഈ ഒരു ബേസ് കണ്ടോ, ഇതിന് ABCDE. അപ്പോൾ AE എന്ന ബേസ് എന്ന് പറയുന്നത് VPക്ക് എങ്ങനെയാണ്? 90 ഡിഗ്രിയാണ്. അതാണ് പെർപെൻഡിക്കുലർ. അപ്പോൾ 3 കാര്യമായി. ഇതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ചോദ്യത്തിൽ എന്ത് പറയണം? പെൻറ്റഗണൽ പ്രിസത്തിൻ്റെ ബേസ് ഒന്നുകിൽ അത് സ്ഥിതി ചെയ്യുന്നത് ബേസ് എഡ്ജിലായിരിക്കണം. ബേസ് കോർണർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഒരു റെക്റ്റാങ്കുലർ ഫേസ് പെർപെൻഡിക്കുലർ ടു VP എന്ന് പറഞ്ഞാലും ഒരു ബേസ് എഡ്ജ് VPക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. ബാക്കി അനുസരിച്ച് നമ്മൾ പേര് കൊടുത്ത് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക കേട്ടോ. ഇനി ഇതിൽ നമുക്ക് പെൻറ്റഗണൽ പ്രിസം റെസ്റ്റിംഗ് ബേസ് എഡ്ജ് അല്ലെങ്കിൽ ബേസ് കോർണർ അത് പോട്ടെ. നോക്ക്, അപ്പോൾ പെൻറ്റഗണൽ പ്രിസം റെസ്റ്റിംഗ് ഓൺ HP in its base in such a way that one of its base edge is parallel to VP കേട്ടോ. ബേസ് എഡ്ജ് പാരലൽ ടു VP എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെക്റ്റാങ്കുലർ ഫേസും ആൾസോ പാരലൽ ടു VP, റെക്റ്റാങ്കുലർ ഫേസും ആൾസോ പാരലൽ ടു VP കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഈ ഒരു റൂൾ എന്ന് പറയുന്നത് പെൻറ്റഗണൽ പ്രിസത്തിന് മാത്രമല്ല, എല്ലാ പ്രിസത്തിനും. പിരമിഡിനില്ലേ ശ്രദ്ധിക്കണം, എല്ലാ പ്രിസത്തിനും ഈക്വൽ തന്നെയാണ് കേട്ടോ. ക്യൂബ് ആകുമ്പോൾ ഈ റെക്റ്റാങ്കുലർ സ്ഥാനത്ത് സ്ക്വയർ ആകും, കാരണം അതിന് റെക്റ്റാങ്കുലർ ഫേസ് ഇല്ല. rectangle face also parallel to VP.
കേട്ടോ. അപ്പോൾ എങ്ങനെ വരയ്ക്കണം? നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ടോപ്പ് വരയ്ക്കുന്നത് അതാദ്യം മനസ്സിലാക്കണം. അതൊരു പറയുന്നത് ഏത് ഒബ്ജക്റ്റിൻ്റെയും ബേസ് എച്ച് പിയിലാണെങ്കിൽ നമ്മൾ ആദ്യം ഏത് വരയ്ക്കണം? ടോപ്പ് വ്യൂ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം എക്സ് ലൈൻ വരച്ചിട്ട് എന്താണ് പറയുന്നത്? ഇൻ സച്ച് ഒരു ബേസ് എഡ്ജ് വി പിക്ക് പാരലൽ. അപ്പോൾ ഈ ടോപ്പ് വരയ്ക്കുമ്പോൾ ഈ എക്സ് ലൈന് വി പി ആയിരിക്കും. അപ്പോൾ ഒരു ബേസ് എഡ്ജ് എക്സ് ലൈന് പാരലാക്കി ആദ്യം വരയ്ക്കുക. അവിടെ നിന്ന് നിങ്ങൾ ബാക്കി പെൻറ്റഗൺ ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് പേര് കൊടുക്കണം എ ബി സി ഡി ഇ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ കണ്ടോ. ബി സി എന്ന എഡ്ജ് വി പിക്ക് പാരലായി. ഈ പെൻറ്റാങ്കിൾ പ്രിസത്തിൻ്റെ ബി സി എന്ന എഡ്ജ് വി പിക്ക് പാരലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റെക്റ്റാങ്കുലർ ഫേസും ഏതിന് പാരലായി? വി പിക്ക് പാരലായി. എന്നിട്ട് ഉണ്ട് ക്യൂ ആറ് റാൻഡമായിട്ട് കൊണ്ട് പിരമിഡാണോ? രണ്ട് പേരുണ്ട് കേട്ടോ. ആദ്യം കാണാൻ പറ്റുന്നത് തൊട്ട് താഴെയുള്ള ബ്രാക്കറ്റ് കൊടുക്കുക, ടി യു എന്ന് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പം ബേസ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്ത് വെച്ചാൽ മതി, അത് ചോദ്യം അനുസരിച്ച് കേട്ടോ. ഇനി ഇതേ റൂള് തന്നെയാണ് ഹെക്സാഗണൽ പ്രിസത്തിന്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. പക്ഷേ ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ ഹെക്സാഗണൽ പ്രിസം വേണ്ട റെസ്റ്റിഗൺ എച്ച് പിൻ്റെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ടോപ്പ് വരയ്ക്കും? ബേസ് എഡ്ജ് ഇതാ ഇങ്ങനെ വരയ്ക്കുക, ടോപ്പ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതാണ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത്. ഇത് ബേസ് എഡ്ജ്. രണ്ടർത്ഥമുണ്ട്. മാത്രമല്ല ടു ഓഫ് ഈസ് ബേസ് എഡ്ജസ് ഈസ് ഈക്വൽ ഇൻക്ലൈൻ ടു വി പി എന്നും പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ രണ്ട് ബേസ് എഡ്ജ് വി പിക്ക് ഇൻക്ലൈൻഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് റെക്റ്റാങ്കുലർ ഫേസും വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്, ഈക്വൽ ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാലും ഇങ്ങനെ വരയ്ക്കുക. ഇനി ഇങ്ങനെ വരയ്ക്കണമെങ്കിലോ ഇങ്ങനെയാണ് നിങ്ങൾ ടോപ്പ് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ചോദ്യത്തിൽ പറയണം hexagonal prism of base side 30 mm and height 80 mm is resting HP in its base corner. കേട്ടോ, ഇത് ബേസ് കോർണറിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക. അത് രണ്ടാമത്തെ അർത്ഥം എന്താണ്? ഒരു ബേസ് എന്ന് പറയുന്നത് പിന്നെ പേര് കൊടുക്കുക ഇങ്ങനെ എ ബി സി ഡി ഇ എഫ് ബ്രാക്കറ്റിൽ ക്യൂ ആറ് എസ് ടി യു വി എന്ന് കൊടുക്കുക കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്രണ്ട് വ്യൂ ഒക്കെ വരയ്ക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നൊക്കെ നോക്കി എഡ്ജൊക്കെ വരച്ച് അതിനനുസരിച്ച് പേര് കൊടുക്കുക. ഇതിനും അതുപോലെ തന്നെ എ ബി സി ഡി ഇ എഫ് ബ്രാക്കറ്റിൽ ക്യൂ ആറ് എസ് ടി യു വി എന്ന് കൊടുക്കുക. അതിനനുസരിച്ച് ഇതിൻ്റെ റെക്റ്റാങ്കിൾ തന്നെയാണ്. എല്ലാ പോയിന്റിനെ എക്സ് ലൈനിലോട്ട് പാസ് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്ത് ഹൈറ്റ് എത്രയാണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതിനെ ഹൈറ്റ് എടുത്ത് ഇങ്ങനെ വരച്ച് എല്ലാ എഡ്ജും കൊടുത്ത് പേര് കൊടുക്കുക. അപ്പോൾ ബേസ് കോർണർ എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂ ഇങ്ങനെ ഇരിക്കും. അതിന് രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടോ, ഈ ഒരു ബേസ് കണ്ടോടെ, ഈ ഒരു ബേസ് വി പിക്ക് എങ്ങനെയാണ്? പാരലലാണ് അല്ലേ? പാരലൽ. അപ്പം ബേസ് എഡ്ജ് വി പിക്ക് പാരലൽ എന്നും പറഞ്ഞ് വന്നാലും ഹെക്സഗണിൻ്റെ കേസിൽ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ബേസ് വി പിക്ക് പാരലൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റെക്റ്റാങ്കുലർ ഫേസ് ആൾസോ പാരലൽ ടു വി പി കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ 3 രീതിയിൽ തന്നാൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് സെലക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ചോദ്യത്തിൽ എങ്ങനെ വരും എന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇങ്ങനെ ഹെക്സഗണൽ പ്രിസം ഇങ്ങനെ ടോപ്പ് വ്യൂ ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ചോദ്യത്തിൽ എങ്ങനെ വരണമെന്നും ഞാൻ പറഞ്ഞു തന്നു. ഒന്ന് ബേസ് കോർണർ, അല്ലെങ്കിൽ ബേസ് എഡ്ജ് പാരലൽ ടു വി പി, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഫേസ് പാരലൽ ടു വി പി. ഇവിടെയാണെങ്കിൽ ഈക്വലി ഇൻക്ലൈൻ ടു വി പി, ബേസ് വരാം, റെക്റ്റാങ്കുലർ ഫേസ് വരാം, അല്ലെങ്കിൽ ബേസ് എഡ്ജ്. പെൻറ്റഗണിൻ്റെ കേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ തനിയെ ക്വസ്റ്റ്യനൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ ഞാൻ അയച്ചു തരാം. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്, അതാണ് സിലിണ്ടർ കേട്ടോ. സിലിണ്ടർ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യും. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം. ഓക്കെ.